ഇത് എൻ്റെ ഒരു ജീവിതമാർഗം കൂടാ. ഇതിപ്പം ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി. ഇതുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടേക്ക് വലിയ കാര്യത്തിരുന്ന ഇതിപ്പം വീട്ടാവശ്യത്തിന് പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണല്ലോ എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ഇത് ഓണത്തിലേക്ക് ഇട്ടിരുന്നതാ കുറച്ച് ചീനി. വലിയ കാര്യത്തിൽ ഇട്ടത്. കഴിഞ്ഞ ആണ്ടിൽ ചീനി അവസാനം കിട്ടിയില്ല. അതിന് ഇപ്രാവശ്യം വരരുതെന്ന് പറഞ്ഞിട്ടത്. മൊത്തം പന്നി വന്ന് ഓരോ മൂട് 2 മൂട് കിളച്ച് അവർ പറിച്ച് ഇട്ട് തിന്നേച്ചങ്ങ് പോയേക്കുക. വേണ്ട തൈച്ചീനി പോലും ഇതൊന്നും ആകാത്തതാണ്. അതുവരെ കിളച്ച് പറിച്ചിട്ടേക്കും. ഇന്നലെ ചെയ്ത പണിയാണ് ഇത്. പന്നി വന്ന് ഈ തോട്ടമെല്ലാം ഇങ്ങനെ കിടക്കുന്ന ഇതിനകത്ത് ഈ പന്നിയും കുറുക്കനും എല്ലാം ഇങ്ങനെ കിടക്കുക. കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് രാത്രി വരിക മൊത്തം കണ്ടില്ലേ നശിപ്പിച്ചിട്ടേക്കും എല്ലാം. ഈ 2 മൂട് 3 മൂട് വെച്ച് കിളച്ച് പറിച്ച് അങ്ങ് പിഴുതിട്ടേച്ചങ്ങ് പോയേക്കൊണ്ട്. ഇത് തൈച്ചീനി ഒന്നും ആയതല്ല. ഒരു വകയും വയ്യത്ത് നല്ല രീതിയിലുള്ള നഷ്ടമുണ്ട്. കണ്ടില്ലയോ ഇത് കുഞ്ഞുചീനിയാണ്. ഇതൊക്കെ ഒന്നുമില്ല. പക്ഷേ കിളച്ച് മറിച്ച് വെച്ചേക്ക് വേണ്ടോ. ഇത് ഇന്നലെ ചെയ്ത പണിയാണ്. നല്ല ചീനിയായിരുന്നു. ഓണത്തിനേക്ക് നിർത്തിയിരുന്നത്. ഇത് കണ്ടോ. ഇത് നല്ലൊരു മൂട് ചീനിയായിരുന്നു. അതെല്ലാം പോയി. കിളച്ച് പറിച്ച് തിന്നേച്ചങ്ങ് പൊക്കോളുക. മൊത്തം ചീനി ഓണത്തിനേക്ക് ഇട്ടിരുന്ന 10-20 മൂട് ചീനി അതെല്ലാം തിന്നു. മൊത്തം നശിപ്പിച്ച്. പന്നിയുടെ ഭയങ്കര ശല്യമാണ്. എന്തോ ചെയ്യാൻ. രാത്രി വരും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർ രാത്രിയിൽ ഇറങ്ങി പടക്കം പൊട്ടിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റുമോ? ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോഴായത് ഇല്ലായിരുന്നു. ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോഴായി ഈ വർഷമായി ഇങ്ങനെ. വലിയ വിഷമമായിപ്പോയി. നല്ല ചീനിയായിരുന്നു. 2 മൂട് പിന്നെ 2 മൂട് കിട്ടിയത് പിഴുതിട്ട് നല്ല മുട്ടൻ ചീനിയായിരുന്നു. 2 മൂടേ പിഴുതിട്ട് നല്ല മുട്ടൻ ചീനിയായിരുന്നു. അത് കിട്ടിയിരുന്നത് നല്ലതാണ്ട്. കണ്ടില്ലയോ എല്ലാം പിഴുത് വെച്ചിരിക്കുമോ എല്ലാം. ഞാൻ പിന്നെ ഇലയും കമ്പും ഒക്കെ ഒടിച്ച് പശുവിന് കൊടുത്തോണ്ടില്ലയോ. തുരന്ന് പിഴുത് മാറ്റി വെച്ചേക്കുക. കണ്ടോ പശു ഉള്ളതുകൊണ്ട് പിന്നെ ഇലയും കമ്പും ഒക്കെ പറിച്ച് ഞാൻ പശുവിന് കൊടുത്തു. കണ്ടോ പിഴുത് ഒന്നും ആയതല്ല. അതണ്ടേ ചീനി കണ്ടോ കാണിച്ചിരിക്കുന്നുണ്ടോ. പിഴുത് മാറ്റി ഇട്ടേക്കുക. പന്നിയുടെ ഭയങ്കര ശല്യമാണ്. ഇതിപ്പം 4-5 ദിവസം കൊണ്ടേ ഉണ്ട് ഇത് പരിപാടി. കണ്ട് ഇന്നലെ വന്നപ്പം വലുത് എല്ലാം തീർന്നപ്പം ചെറുതിലോട്ട് തൈച്ചീനിയിലോട്ട് കയറിയതാണ് ഇന്നലെ. ഇനി ഇത് ചീനിയും കൂടെ കഴിയുമ്പോൾ ഇനി വാഴയിലോട്ടാകുമായിരിക്കും. ഞാൻ നമ്മുടെ മെമ്പറിനെ വിളിച്ച് ആദ്യത്തെ ദിവസം തന്നെ മെമ്പറിനോട് പറഞ്ഞായിരുന്നു. ഒരു മെമ്പറും പറഞ്ഞതൊക്കെ തോട്ടം കാട് പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കാന്നേ കരമടച്ച രസീതും ഇല്ല. അല്ലെ തൊഴിലുറപ്പിലൂടെങ്കിലും ആ കാടൊക്കെ വെട്ടി തെളിക്കാൻ. പിന്നെ എന്തോ ചെയ്യാൻ പറ്റുമെന്നാണ് മെമ്പറും പറയുന്നത്. അവിടെ പന്നിയും കുറുക്കനും കൂട്ടത്തോടുണ്ട് പന്നിയും കുറുക്കനും. ആ തോട്ടം നിറച്ച്. ചൂരല്ലൂരിന് കിഴക്കുമാറി റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. ഇവിടം കാട് പിടിച്ച് കിടക്കുന്നതിനാൽ കുറുക്കൻ, പന്നി അങ്ങനെ നിരവധി ജീവികൾ ഇവിടെ ജീവിക്കുന്നു. ഇവറ്റകളാണ് ഇപ്പോൾ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് കൂട്ടത്തോടെ എത്തിയിരിക്കുന്നത്. ഇനിയും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവരെ പോലെയുള്ള ചെറിയ കർഷകർക്ക് ഇത് എൻ്റെ ഒരു ജീവിതമാർഗം കൂടാ. ഞാൻ കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ആദായം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കും. ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ പുറത്തിയായിട്ട് വിപണിയിൽ കൊണ്ടുവന്നാണ് ഞാൻ അതെല്ലാം കൊണ്ട് കൊടുക്കുന്നതേ. ഇതിപ്പം ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി. ഇതുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടേക്ക് വലിയ കാര്യത്തിരുന്ന ഓണത്തിന് കുറച്ച് ചീനി കൊടുക്കാൻ പറ്റുമെന്ന്. അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. നമുക്ക് വലിയ കാര്യത്തിൽ ഇരുന്നതാ. ഇനിയിപ്പം തെക്കേക്കരയേത്തനെന്നും പറഞ്ഞ് 5-6 വാഴയുണ്ട്. അതും ഇനിയിപ്പോൾ എല്ലാം ചീനി തീർന്നത് കൊണ്ട് ഇനിയിപ്പോൾ വാഴയിലോട്ട് തുടങ്ങും. വാഴയെല്ലാം കുത്തിപ്പറിച്ച് കളി. നമുക്ക് നമ്മുടെ വീട്ടിലാവശ്യത്തിന് എടുക്കും. ബാക്കി എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷിയും ഞാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കും. ബാക്കി കൊണ്ടുവന്ന് വിപണിയിലും കൊണ്ട് കൊടുക്കും. അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ഓർഗാനിക് പച്ചക്കറി ആയതുകൊണ്ട് വീട്ടിൽ വന്നും മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. മിക്കവാറും കൂടുതലും വീട്ടിൽ വന്ന് മേടിക്കും. അറിഞ്ഞു കേട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്.